ഒരു മഹാപ്രളയം കടന്നുപോയിരിക്കുന്നു. വടവൃക്ഷങ്ങൾ പലതും കടപുഴകി വീണു. പല സ്ഥലങ്ങളും തരിശുഭൂമിയായി മാറി. എന്തായാലും കേരള രാഷ്ട്രീയം കേരളം രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. സത്യത്തിൽ കേരളം രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തിൽ നിന്നൊരു മോചനം കിട്ടി എന്നല്ല പറയേണ്ടത്. ഇടതുപക്ഷം രക്ഷപ്പെട്ടു. ഇടതുപക്ഷം രക്ഷപ്പെട്ടതിനാൽ കേരളവും രക്ഷപ്പെട്ടു. ഇടതുപക്ഷം നിലനിൽക്കും. ബംഗാളിലെ സ്ഥിതി കേരളത്തിൽ വരില്ല. നമ്മളെപ്പോലുള്ളവർ ഒരു തത്വത്തിൻ്റെ പുറത്താണ് ഈ മന്ത്രിസഭ, ഇനി ഈ LDF മന്ത്രിസഭ ഒരിക്കൽ കൂടി അധികാരത്തിൽ വരരുത് എന്ന് ആഗ്രഹിച്ചിരുന്നത്. അതിനുവേണ്ടി പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിരുന്നത്. പ്രധാനപ്പെട്ട കാര്യം ഇടതുപക്ഷം നിലനിൽക്കണം. ഒരു തവണ കൂടി അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ബംഗാളിലെ സ്ഥിതി ഇവിടെ ആവർത്തിക്കും. ആ പേടി. അപ്പം ഇടതുപക്ഷമില്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമോ ഇല്ലാത്ത ഒരു കേരളത്തെപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കി. കേരളത്തിൽ എല്ലാ പുരോഗതിക്കും എല്ലാ മാനുഷികമായ അവസ്ഥയ്ക്കും മനുഷ്യരെ ഏതെങ്കിലും തരത്തിലുള്ള അന്തസ്സ് കേരളത്തിൽ നേടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ അവയില്ലാതാവുന്ന ഒരു സ്ഥിതിയെപ്പറ്റി നമുക്ക് ആലോചിക്കാനാവില്ല. അതിന് ഈ ഭരണം അങ്ങ് പോയി കഴിഞ്ഞാൽ അത് പോട്ടെ. ഈ ഭരണം കൊണ്ട് നമുക്കിപ്പം പ്രത്യേകിച്ച് കേരളത്തിന് ഈ 10 വർഷം കൊണ്ട് കേരളത്തിന് എന്താണ് പ്രത്യേകിച്ച് വലിയ നേട്ടമുണ്ടായതെന്ന് മനസ്സിലാവുന്നില്ല. ആകപ്പാടെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനോട് വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു ആക്ഷേപവുമില്ല. ഒരു മുഖ്യമന്ത്രി അങ്ങനെ തന്നെ ആയിരിക്കണം. കരുത്തുറ്റ ഒരു മുഖ്യമന്ത്രി പറഞ്ഞാൽ കാര്യങ്ങൾ നടക്കണം. ഇപ്പം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നു. അദ്ദേഹത്തോടൊരു കാര്യം പോയി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ നേരിട്ട് ഇടപെട്ട് അത് വില്ലേജ് ഓഫീസർ തലത്തിൽ അതിൻ്റെ പുറകെ നടന്ന് അത് ശരിയാക്കി കൊടുക്കും. അങ്ങനെയാണോ വേണ്ടത്? ഒരു മുഖ്യമന്ത്രി ഇത് ശരിയാക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് ഓർഡർ കൊടുക്കുന്നു. ആ ഉദ്യോഗസ്ഥർ അത് നടപ്പാക്കുന്നു. അത് നടപ്പാക്കി എന്ന് ഉറപ്പുവരുത്താനുള്ള ആ കഴിവ്, അതാണ് പ്രധാനം. അങ്ങനെയുള്ളൊരു കഴിവുള്ള അധികാരശേഷിയുള്ള അധികാരത്തിന് ശക്തിയുള്ള മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ. ഒരർത്ഥത്തിൽ കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരിൽ ഒരാൾ. അച്യുതാനന്ദ മേനോൻ നല്ല മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ കരുണാകരനാണ് ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. EMS നല്ല മുഖ്യമന്ത്രി ആയിരുന്നോ? ആയിരിക്കാൻ സാധ്യതയില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം 2 തവണയും അധികാരം രാജിവെച്ച് ഈ അകാലത്തിൽ അധികം കാലം ഭരിക്കാതെ രാജിവെച്ച് ഒഴിഞ്ഞു പോകേണ്ടി വരികയാണ് ചെയ്തത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ തിരിഞ്ഞു നോക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി നമുക്ക് പിണറായി വിജയനാണെന്ന് പറയുക തന്നെ ചെയ്യാം. അദ്ദേഹം പല കാര്യങ്ങളും ചെയ്തു. കേരളത്തിലെ റോഡുകൾ മുഴുവൻ വികസിപ്പിച്ചു. അവിടെ ഈ ഗ്യാസ് കണക്ഷൻ അത് കൊണ്ടുവന്നു. അതുപോലെ തന്നെ വൈദ്യുതി കാര്യങ്ങളിൽ ശക്തമായ നിലപാടുകളെടുത്തു. ഒട്ടേറെ വികസനങ്ങൾ കേരളത്തിലുണ്ടായി. പക്ഷേ നമ്മളാരും അതുകൊണ്ടൊന്നും കേരളം മാറിപ്പോയില്ലല്ലേ. കേരളത്തിലെ ജനജീവിതത്തെ അത് കാര്യമായി ബാധിച്ചില്ല എന്നൊക്കെ നമ്മൾ പറയും. എങ്കിൽ കൂടി കേരളത്തെ മാറ്റിമറിക്കുന്നതിൽ വലിയൊരു പങ്ക് അദ്ദേഹം വഹിക്കുകയുണ്ടായി. നേരെമറിച്ച് കേരയിൽ പോലൊരു പദ്ധതി, ആ പദ്ധതി വലിയ ബുദ്ധിമുട്ടില്ലാതെ നടന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അത് ഒരുപാട് പേരെ കുടിയിറക്കിയും ഒരുപാട് പേർക്ക് വിഷമതകളും ഉണ്ടാക്കി കൊണ്ടുവരാൻ മാത്രം വർത്തായ ഒരു പദ്ധതി ആയിരുന്നില്ല. അതൊരു ദീർഘവീക്ഷണമില്ലാഴിക അതിൻ്റെ പിന്നിലുള്ളത് പോലെ തോന്നി. അത്രയും അങ്ങനെയല്ലായിരുന്നു വേണ്ടിയിരുന്നത്. നമുക്ക് വേണ്ടിയിരുന്നത് ഈ റെയിൽവേ ലൈനിനേക്കാളും ഒരുപക്ഷെ റോഡുകൾ വികസിപ്പിക്കുക. അല്ലെങ്കിൽ ഈ മേൽപ്പാലങ്ങൾ വഴി ഉള്ള റോഡുകൾ, അതാണെങ്കിൽ കുറച്ചുകൂടി ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നേനെ. ഇങ്ങനെ ഈ റെയിൽ അങ്ങനെയൊക്കെയുള്ളൊരു പദ്ധതി ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമാണത് ഉപയോഗപ്പെടുക. റെയിൽവേ ലൈൻ ഉപയോഗിക്കുന്ന ആളുകൾക്ക്. അതിനുവേണ്ടിയൊക്കെയുള്ള കടുംപിടുത്തം അത് ജനങ്ങളെ ഒരുപാട് പേരെ പ്രകോപിപ്പിക്കുകയും ഒരുപാട് പേരെ ദേഷ്യപ്പെടുത്തുകയും അരിശപ്പെടുത്തുകയും ചെയ്തു. കാരണം കേരളം പോലൊരു സ്ഥലത്ത് മനുഷ്യരെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഏതൊരു വികസനം വരുമ്പോഴും നോക്കേണ്ട കാര്യം. കേരളത്തിൽ വികസനമില്ലാത്തതിൻ്റെ പ്രധാന കാരണവും അതാണ്. കാരണം സ്ഥലമില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഒരുങ്ങുമ്പോഴത്തേക്ക് ജനങ്ങളെല്ലാം കൂടെ ഇളകി വശാവും. എന്ത് ചെയ്യാനൊക്കും? ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ടൊരു കാര്യവും ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളിലും വലിയ നേട്ടങ്ങൾ വികസനം കൊണ്ടുവരാനായിട്ട് മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈ വയനാട് ചുരം ഒക്കെ അതിനുവേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി അതിനുള്ള തുടക്കം കുറിച്ചു. വയനാട്ടിലേക്ക് ഒരു ചുരം അത്യാവശ്യമാണ്. ഇപ്പോഴാകപ്പാടെ ഉള്ളത് ഈ താമരശ്ശേരി വരെ വഴിയുള്ള ആ ചുരമാണ്. അതിലൂടെ അത് ചിലപ്പോഴൊക്കെ ഇടിഞ്ഞു പോകും. അതുപോലെ തന്നെ ഗതാഗത തടസ്സമുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഈ പുറം ലോകവുമായിട്ട് വയനാട്, മൈസൂർ, ബാംഗ്ലൂർ ആ മേഖലയുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ കഴിയാത്ത സ്ഥിതി വരും. അപ്പോൾ ചുരമെന്നുള്ളത് വളരെ എളുപ്പത്തിൽ 20 മിനിറ്റ് കൊണ്ടൊക്കെ ആ മലകൾ കടന്ന് അപ്പുറത്തെത്താനായിട്ടുള്ള സംവിധാനമാണ്. അങ്ങനെയുള്ളതൊക്കെ കൊണ്ടുവന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വലിയ നേട്ടം തന്നെയാണ്. അത് നേരെ മറിച്ച് ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയാണ് കൊണ്ടുവരുന്നതെങ്കിൽ പരിസ്ഥിതിവാദം എല്ലാം പറഞ്ഞ് മാർക്സിസ്റ്റുകാരെല്ലാം കൂടി ചാടി പുറപ്പെടുമായിരുന്നു എന്നുള്ള കാര്യം സംശയിക്കേണ്ടതുമില്ല.
അപ്പോൾ ഏതൊരു വികസനം വന്നാലും അതിനെതിരെ രംഗത്ത് വരാനായിട്ട് മാർക്സിസ്റ്റുകാർ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഇനി ഉറപ്പാക്കാം. ഏതായാലും നല്ല വികസനങ്ങൾ, നല്ല കാര്യങ്ങൾ നടക്കട്ടെ, അതിനെ തടയരുത് എന്നാണ് ഈ പിണറായി വിജയൻ്റെ ഭരണം നമ്മെ പഠിപ്പിക്കുന്നത്. നല്ല കാര്യങ്ങൾ അദ്ദേഹം പല കാര്യങ്ങൾ ചെയ്തു. ഈ കോവിഡ് കാലത്ത് ശക്തമായൊരു നേതൃത്വമാണ് നമ്മൾ കണ്ടത്. അന്ന് മനുഷ്യർ പട്ടിണി കിടക്കാതിരിക്കാൻ ആ കിറ്റ് കൊടുത്തത്, ആ കിറ്റ് മോശപ്പെട്ട കാര്യമായിട്ടും അത് കൊടുത്ത് വോട്ട് മേടിച്ചു എന്നൊക്കെ ആക്ഷേപം പറയുമെങ്കിലും വാസ്തവം പറഞ്ഞാൽ ആ കിറ്റ് സംവിധാനം ഈ കോവിഡൊക്കെ കഴിഞ്ഞതിന് ശേഷവും തുടരണം എന്നാഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഈ ആളുകൾ പട്ടിണിയും ദാരിദ്ര്യവും ഇല്ലെങ്കിൽ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തെപ്പറ്റി തന്നെ ഒരു ആകുലത ഇല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ നോക്കും. പേടിക്കേണ്ടതില്ല, നമുക്ക് ഭക്ഷണം കിട്ടും, അല്ലെങ്കിൽ എളുപ്പത്തിൽ കിട്ടും എന്നുള്ളൊരു സംവിധാനം ഉണ്ടെങ്കിൽ. അപ്പം ആവശ്യക്കാർക്ക് അത് കിട്ടാനുള്ളൊരു കാര്യം സർക്കാർ ചെയ്യേണ്ടത് നിരന്തരം എല്ലാ കാലത്തേക്കും ചെയ്യേണ്ടത് ഒരു ആവശ്യമാണ്. ഇപ്പോൾ ഇവിടെ അമേരിക്കയിൽ ഫുഡ് സ്റ്റാമ്പൊക്കെ കൊടുക്കുന്നത് പോലെ ഈ കേരളത്തിൽ ആവശ്യമുള്ളവർ, ഇപ്പം പൈസയും സൗകര്യമുള്ളവർ അങ്ങനെയുള്ളൊരു കാര്യം ഉപകാരപ്പെടുത്തുമെന്ന് കരുതുന്നില്ല. സാധാരണക്കാർക്കായിരിക്കും അത്, താഴേക്കിടയിലുള്ളവർക്കായിരിക്കും അത് ഉപകരിക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉപകരിക്കണം, അതാണല്ലോ സർക്കാരിനൊക്കെ ആവശ്യം തന്നെ അതാണല്ലോ. ഇവിടെയൊക്കെ ഫുഡ് സ്റ്റാമ്പൊക്കെ കൊടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ ജോലി ചെയ്യാനോ അല്ലെങ്കിൽ പല രീതിയിൽ സാമ്പത്തികമായിട്ട് താഴ്ന്നു നിൽക്കുന്ന ആളുകൾക്ക് സഹായം എത്തിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തുടരേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. എന്തായാലും ആ കാലത്ത് അത് വലിയ നേട്ടങ്ങളാണ് ഉണ്ടാക്കിയത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ കേരളത്തിലെ മികച്ച മുഖ്യമന്ത്രി തന്നെയാണ് പിണറായി വിജയൻ എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. പക്ഷേ അദ്ദേഹം ഇറങ്ങിപ്പോകേണ്ടത് അദ്ദേഹത്തേക്കാൾ ആവശ്യം നമുക്കായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെ, ഇടതുപക്ഷം ഇല്ലാതാകും. ഇടതുപക്ഷം ഈ കുട്ടി സഹാക്കന്മാരൊക്കെ ഒരു തരം ചോട്ടാ മുതലാളിമാരൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ഈ പാർട്ടിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ റെക്കമെൻഡേഷനൊക്കെ വിറ്റ് ജീവിക്കുന്നൊരു അവസ്ഥ വരും. അത് വേണ്ട. നമുക്ക് കേരളം ഒരു സുതാര്യവും അതുപോലെ തന്നെ ഒരു ജനകീയവുമായ ഒരു സ്ഥലമായിട്ട് നിലനിൽക്കണം. അപ്പോൾ അത് പിണറായി വിജയൻ പോയി അങ്ങനെ പുതിയൊരു ഭരണം വരുന്നു. ഇപ്പം പുതിയൊരു ഭരണം വന്നു കഴിഞ്ഞ് നമുക്കറിയാം അത് ഏത് തരം സർക്കസാണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആകപ്പാടെ ഉള്ളത് VD സതീശനാണെങ്കിൽ നന്നായിരിക്കും. കാരണം അദ്ദേഹം അങ്ങനെ ആരുടെയെങ്കിലും തിണ്ണതിറങ്ങുന്ന ഒരാളല്ല. ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ ആർക്കെങ്കിലും ഈ മുസ്ലിങ്ങൾക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കോ അല്ലെങ്കിൽ ഈ RSSകാർക്കോ ഒന്നും സ്വാധീനിക്കാവുന്ന ഒരാളല്ല. അദ്ദേഹം സ്വതന്ത്രമായ അഭിപ്രായവും സ്വതന്ത്രമായ തീരുമാനവും ഉള്ളൊരു വ്യക്തിയാണെന്നാണ് ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നാളെ അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ അധികാരം നിലനിർത്താൻ മനുഷ്യർ എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇനി രമേശ് ചെന്നിത്തലയാണ് വരുന്നതെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് ഒരുപാട് ബാഗേജ് ഉണ്ട്. പഴയ കാലങ്ങൾ മുതലുള്ള ആ ബന്ധങ്ങളും ആ കാര്യങ്ങളുടെ എല്ലാം ബാഗേജ് പുതിയ ഈ ഒരു ഫ്രഷ് എന്ന് പറയാവുന്ന ഒരാളല്ല. അപ്പോൾ അത് എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അദ്ദേഹവും വളരെ പരിണിതപ്രജ്ഞനും വളരെ പ്രഗത്ഭനുമായ ഒരാളാണ്. ഇനി ഇവർ രണ്ടുപേരും അല്ല, ശശി തരൂരിനെ ഇവർ രണ്ടുപേരും കൂടെ വഴക്കായതുകൊണ്ട് KC വേണുഗോപാലിനെയോ അല്ലെ ശശി തരൂരിനെയോ കൊണ്ടുവരുമെന്ന് ചിലർ പറയാറുണ്ട്. KC വേണുഗോപാൽ കേരളത്തിൽ വേരുകളുണ്ടോ? വാസം പറഞ്ഞാൽ അദ്ദേഹം കേന്ദ്രത്തിൽ തന്നെ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് നല്ലത്, കേരളത്തിനും നല്ലത് എന്ന് തോന്നുന്നു. പിന്നെ തരൂർ വന്നാൽ നന്നായിരിക്കും. തരൂർ മുഖ്യമന്ത്രിയായി ഇവരൊക്കെ മന്ത്രിമാരും ഒക്കെ ആയിക്കഴിഞ്ഞാൽ നല്ലൊരു വീക്ഷണം, ദീർഘവീക്ഷണം അത് കേരളത്തെ സംബന്ധിച്ചുണ്ടാവും. ഇപ്പം കേരളത്തിനില്ലാത്തതാണ്, നമ്മുടെ നേതാക്കന്മാർക്ക് ഇല്ലാത്ത പ്രശ്നം അതാണ്. അവർ ദീർഘവീക്ഷണത്തോടെ അവരൊന്നും കാണുന്നില്ല. അവരാകപ്പാടെ കാണുന്ന അവരുടെ കാര്യം, അവരുടെ അധികാരം എങ്ങനെ നിലനിർത്തണം, എങ്ങനെ 4 കാശുണ്ടാക്കണം, ഈ 2 കാര്യമാണ് ഇവർ ചിന്തിക്കുന്നത്. നേരെ മറിച്ച് ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ, ഞാൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, ഇന്ന കാര്യങ്ങളൊക്കെ സാക്ഷാത്കരിക്കും എന്ന് പറയാൻ ഇവർക്ക് ആർക്കും കഴിയുന്നില്ല. ഇപ്പം ഈ തരൂരിനെ പോലൊരാൾ ലോകം മുഴുവൻ അറിയാവുന്ന ആൾ, ലോകം കണ്ടയാൾ, അദ്ദേഹത്തിനറിയാം എന്തൊക്കെ വികസനം ചെയ്യാനാവും, എന്തൊക്കെ പറ്റുമെന്നുള്ള കാര്യത്തെപ്പറ്റി. അങ്ങനെയുള്ള ഒരാൾ വരുന്നു, ഒരു തെറ്റും നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഈ പുതിയ മന്ത്രിസഭ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കട്ടെ, നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ. നമ്മുടെ സഹാക്കന്മാർ, ഈ പ്രായമുള്ള സഹാക്കന്മാർ ഒരു 80, ഇപ്പം പിണറായി സഹാവിന് തന്നെ 81 വയസ്സ് ഒക്കെ ആയി. 80 കഴിഞ്ഞാലൊക്കെ അധികാരം വിടണം. ഈ ആക്റ്റീവായിട്ടുള്ള അധികാരത്തിൽ നിൽക്കുന്നത് ഈ പ്രായത്തിനൊരു പ്രാധാന്യമുണ്ട്. അവർക്ക് എടുത്തിയാടി എന്തെങ്കിലും കാര്യം ചെയ്യാനോ അവർക്ക് സ്വതന്ത്രമായിട്ട് ഒരു പുതിയ ആശയം കൊണ്ടുവരാനോ ഒന്നും കഴിവില്ല. ഇപ്പോൾ ഈ പിണറായി തോറ്റതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യപ്പെട്ട മന്ത്രിമാർ G. സുധാകരൻ, തോമസ് ഐസക്, KK ശൈലജ, ഇങ്ങനെ ജനമറിയുന്ന ആളുകളെയൊക്കെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി. അതിന് പകരം GR അനിൽ, ആരാ കക്ഷി, OM കേളു, ആ വയസ്സൻ K. കൃഷ്ണൻകുട്ടി, ഇങ്ങനെയുള്ള
പിന്നെ ആക്ഷേപം നേരിട്ട AK ശശീന്ദ്രൻ, ഇങ്ങനെയുള്ള കക്ഷികളെയൊക്കെ കൂടെ മന്ത്രിസഭയിൽ കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെയുള്ളവരെ, ആ മന്ത്രിമാരുടെ പേര് പോലും നമ്മൾക്ക് വാസം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. ഇന്നേവരെ ഈ മന്ത്രിമാരെന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രഗത്ഭരും വളരെ അറിയപ്പെടുന്ന ആളുകളുമായിട്ടാണ് നമ്മൾ കരുതിയിരുന്നത്. ഇതല്ല, കുറച്ച് സ്തുതിപാഠകർ, അതിൻ്റെ ഇടയ്ക്ക് ആ വീണ ജോർജ്. അപ്പോൾ അവർക്ക് അറിയാവുന്ന പണിയല്ല അവർ ചെയ്യുന്നത്. അപ്പോൾ ആ അറിയാത്ത പണി ചെയ്യാൻ പാടില്ല എന്നല്ല, അത് പഠിക്കാനുള്ള സമയമോ അല്ലെങ്കിൽ അതിൽ പ്രാഗൽഭ്യം കാണിക്കാനുള്ള അവസരമോ അല്ല അവർക്ക് കിട്ടാതെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും അവർ ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. എന്തായാലും അങ്ങനെ ഒരു ഗവൺമെൻറ്റിനെ നയിച്ചു എന്നുള്ളതാണ് പിണറായി സർക്കാർ ചെയ്ത ഒരു തെറ്റെന്ന് എനിക്ക് തോന്നുന്നു. ഇനി പ്രായം മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രശ്നമല്ലാന്ന് തോന്നുന്നു. 90 വയസ്സുള്ളപ്പോഴും അച്യുതാനന്ദൻ വീണ്ടും മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ കണ്ടതാണ്. അന്ന് സുഗതകുമാരി ടീച്ചർ പറഞ്ഞതാണ്, ഇത്രയും നേരത്തെ മുഖ്യമന്ത്രിയായി അതുപോലെ എല്ലാ നേട്ടങ്ങളും ഉണ്ടായ ഒരു വ്യക്തിയാണ് അച്യുതാനന്ദൻ. സഖാവിന് ഇനി എന്താണ് വേണ്ടത്? അപ്പോൾ ഒരു പ്രായം കഴിഞ്ഞാലും മനുഷ്യർ അധികാരത്തോടുള്ള താല്പര്യം വിട്ടുപോകുന്നില്ല. അപ്പം എന്തായാലും ഈ 5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു തലമുറ, മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഈ ഒരു തലമുറ ഇല്ലാതാവും. പിണറായി തിരിച്ചു വരില്ല. MV ഗോവിന്ദൻ്റെ കാര്യം അറിഞ്ഞുകൂടാ. അതുപോലെ ആ ഒരു പഴയൊരു തലമുറ ഇല്ലാതാകും. പുതിയ ആളുകൾ വരും. സംഘടന, ഈ പാർട്ടി രക്ഷപ്പെടുന്ന ഒരവസ്ഥ വരും. പാർട്ടിയിൽ പുതുരക്തം വരും, പുതിയ ആശയങ്ങൾ വരും, പുതിയ നിലപാടുകൾ വരും. അങ്ങനെ പാർട്ടി രക്ഷപ്പെടുമ്പോൾ കേരളവും രക്ഷപ്പെടും. കേരളം നന്നാവണമെങ്കിൽ ഈ പാർട്ടി നന്നാവേണ്ടത് ആവശ്യവുമാണ്. അതുകൊണ്ട് നമുക്ക് 5 വർഷം അധികാരത്തിന് പുറത്തിരിക്കാം, അതല്ലേ നല്ലത്.